നമ്മൾ വന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാനാണ് കേട്ടോ. കുറേ വൈറലായി കുറേ പേരിത് ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടപ്പം എനിക്കും തോന്നിയായിരുന്നു കേട്ടോ, നല്ലൊരു പ്രോഡക്റ്റ് ആണല്ലോ, ഇതൊന്ന് വാങ്ങിയാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെയൊന്ന് ഒരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതിൻ്റെ റേറ്റൊക്കെ ചിലതിനകത്ത് ഇച്ചിരി ഒരു ഇതായിട്ടൊക്കെ കാണിക്കുമ്പോൾ ഇതിന് ഇത്രയും വിലയാകുമോ എന്നുള്ളൊരു തോട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വേണ്ടാതൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയൊരു ഓഫറിൽ കിട്ടിയതാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഏതാണെന്നായിരിക്കും നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നത്. ഇത്രയും കാര്യമായിട്ട് പറയുകയാണെങ്കിൽ അതെന്താണെന്ന്, വലിയൊരു സാധനമൊന്നുമല്ല കേട്ടോ, ഒരു കുട്ടി സാധനം, നമുക്കെല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു സാധനം. എനിക്കിപ്പോൾ അത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ കണ്ടു കഴിയുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് അധികം റേറ്റ് ഉള്ളതൊന്നും പൊതുവെ വാങ്ങാറില്ല. അത് വേറൊരു കാര്യം. എല്ലാം ഇങ്ങനെ ഓൺലൈൻ വഴി നോക്കി നമ്മുടെ തൊട്ട് വീടിനോട് ചേർന്നതിൻ്റെ നമ്മുടെ റോഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് കാണും, വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്നത്. എന്നാൽ ഒത്തിരി വണ്ടി പോകുന്നതെന്നല്ല, എന്നാലും എപ്പോഴും വണ്ടിയും ആൾക്കാരും ഇങ്ങനെ പോകുന്നൊരു റോഡാണ് കേട്ടോ. കൂട്ടത്തിൽ ഇതേ എൻ്റെ കൊച്ചാളുടെ ചുമയും. പിന്നെ നമ്മൾ പറയാൻ വന്ന കാര്യം പറയാം. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എവിടെയെങ്കിലൊക്കെ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ അധികം റേറ്റുള്ളതെന്ന് വാങ്ങാറില്ല, ഈ പറഞ്ഞ പോലെ നിസ്സാരമായിട്ട് എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും വാങ്ങാറുള്ളത്. പിന്നെ ഇച്ചിരി റേറ്റുള്ളത് കൊണ്ട് കയ്യിൽ. അപ്പോൾ നിങ്ങൾ ഓർക്ക് എന്താണ് ഈ പറയുന്ന കാര്യം എന്നല്ലേ, വേറെ ഒന്നുമല്ല. അതിൻ്റെ ഞാൻ ഈ ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് കാണിക്കാം. അൺബോക്സ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിതൊക്കെ ഇന്ന് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. സംഗതി എൻ്റെ കൈ വന്നിട്ട് 2 ദിവസമായി. എന്നാൽ ഇതൊന്ന് അൺബോക്സ് ചെയ്യണം, എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് കാണാം. നല്ലൊരു പാക്കേജിംഗ് ഒക്കെയാണ് കേട്ടോ, അത്യാവശ്യം നല്ലൊരു പാക്കേജിംഗ് ഒക്കെയാണ്. ഇനി ഇത് എങ്ങനെ തുറക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കൺഫ്യൂഷൻ. പിന്നെ പൊതുവെ ഇങ്ങനൊരു സാധനമൊക്കെ തുറക്കാൻ ഞാൻ ഇച്ചിരി ബാക്കിലോട്ടാണ്. തമ്പുരാനെ പെറ്റമ്മേ ഇതെങ്ങനെ തുറക്കും? തുറന്നു. അപ്പം ഇതാണ് സാധനം. നിങ്ങൾ കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല, അല്ലേ? അപ്പം അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനമൊക്കെ അവർ തന്നിട്ടുണ്ട് കേട്ടോ, ഒരു നോട്ട് പോലെ. ബ്യൂട്ടിഫുൾ പീപ്പിൾ, താങ്ക് യു ഫോർ ഷോപ്പിംഗ് വിത്ത് അസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓർഡർ ചെയ്തതിൻ്റെ ഒരു താങ്കിങ് കാർഡ് പോലൊരു സാധനം. അപ്പോൾ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് ഇപ്പോൾ ഇച്ചിരി ട്രെൻഡിങ് ആയിട്ട് ഓടുന്ന ഒരു ഫ്ലവർ ക്ലിപ്പാണ്. അപ്പോൾ ഇതാദ്യം ഞാൻ നോക്കിയ ടൈമിലൊക്കെ ഈ ക്ലിപ്പിന് ഏകദേശം ഒരു 250 ആ റേഞ്ചൊക്കെ ആയിരുന്നു കേട്ടോ. ഒരു ഇതുപോലെ വലിയ 2 ക്ലിപ്പിനൊക്കെ ആദ്യമായിട്ട് വന്ന സമയത്ത്. അപ്പോഴൊക്കെ ഞാനിത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലും വാങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ നോക്കിയപ്പം അധികം റേറ്റ് ഇല്ല, അധികം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇത്രയും സാധനം എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഈ 6 എണ്ണം എനിക്ക് കിട്ടിയത്, 2 വലുതും 4 ചെറിയ ഫ്ലവർ ക്ലിപ്പുമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. ഞാനിത് വാങ്ങിയപ്പോൾ 180 ആണ് കേട്ടോ. 180. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല കട്ടിയൊക്കെ ഉള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഈ ഒരു പീച്ച് കളറ്, ദെൻ ഈ ഒരു ബ്ലൂ പക്ഷെ നല്ല ഭംഗിയുണ്ടല്ലേ. 2 എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു കമ്മൽ പോലെയൊക്കെ നമുക്ക് തോന്നും. പിന്നെ കുഞ്ഞ് ക്ലിപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ ഒരു റെഡിഷ്, പിന്നെ ഓറഞ്ച്, ദെൻ പർപ്പിൾ, ഒരു വയലറ്റ് പർപ്പിൾ കളറ്, ദെൻ ലാസ്റ്റ് വൺ യെല്ലോ. അപ്പോൾ അതേ നമ്മുടെ കൈ നിറച്ച് അതിങ്ങനെ തന്നെ. അപ്പോൾ അതേ നമ്മുടെ കൈ നിറച്ച് നമ്മുടെ ക്ലിപ്പാണ് കേട്ടോ. ഇത് 185 ആണ്. ഈ ഒരു 6 പീസിനൂടെ 185 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇച്ചിരി അഫോർഡബിൾ ആയിട്ട് തന്നെയല്ലേ. ഇച്ചിരി അത്യാവശ്യം റേറ്റ് ചിലയിടത്ത് കാണിക്കുമ്പോൾ ഇതൊരു ഈ ഒരു റേഞ്ചിൽ ഇത്രയും, അതും 2 വലുതും 4 ചെറിയ പീസൂടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല ഒരെണ്ണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ വാങ്ങിയതിലും കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതേ കൊച്ചാൾ എൻ്റെ കൂടെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആൾ എന്തേണ്ടി ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. സൂപ്പറാണല്ലോ. അപ്പം ഞാൻ വീഡിയോ പിടിച്ചപ്പോൾ കൂടെ വന്നതാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഏത് സ്റ്റൈൽ വേണമെങ്കിലും നമുക്കിതിന് യൂസ് ചെയ്യാം കേട്ടോ.
അപ്പോൾ അതേ ഇങ്ങനൊരു ഇതെടുത്തിട്ട് ഈ ഒരു സാധനം എടുത്തിട്ട് ഇങ്ങനെ വെച്ചാലും എനിക്ക് നല്ല ഭംഗിയില്ലേ. അതുപോലെ തന്നെ ഇച്ചിരി വലിയ ക്ലിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മളില്ല ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെക്കുന്ന രീതിയിൽ ഉണ്ടല്ലോ ഫ്ലവറൊക്കെ. സൂപ്പറാണല്ലേ. ബീച്ച് സൈഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവറൊക്കെ വെച്ചിട്ട് നിൽക്കുന്നത് ആ ഒരു ഫീൽ തോന്നില്ലേ? നല്ലതാണ് കേട്ടോ. ഏത് രീതിയിൽ വേണേലും നമുക്കിത് സ്റ്റൈൽ ചെയ്യാം. ഇപ്പോൾ ഈ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് വേണേലും നമുക്ക് ഈ ഒരു ക്ലിപ്പ് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ദേ കണ്ടോ. അപ്പം നല്ലൊരു ക്ലിപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടൈറ്റായിട്ടൊക്കെ നമ്മുടെ ഹെയറിൽ ഇരിക്കുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ അത്യാവശ്യം നല്ലതാണ്. വേണ്ടവർക്ക് ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ഇടുക, ഞാൻ ഇട്ട് തരാം. അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ കിട്ടി കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തത് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തത്. അഫോർഡബിളായിട്ടുള്ള റേറ്റാണ്. നല്ല ക്ലിപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ലിങ്ക് ഇട്ട് തരാം. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.